നമസ്കാരം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം CMRL, എക്സാലോജിക്, SFIO ഇൻവെസ്റ്റിഗേഷൻ എന്നിങ്ങനെ ഉള്ള ചർച്ചകൾ കേരളത്തിൽ സജീവമായിരിക്കുകയാണ്. നമുക്കറിയാം, ഹൈക്കോടതിയുടെ ഒരു വിധി വന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചർച്ച അവസാനിപ്പിച്ചിരുന്നു. ഇപ്പോൾ SFIO കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിചാരണ ആരംഭിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായി എന്ന രൂപത്തിൽ ദിവസങ്ങളോളം മാധ്യമങ്ങൾ ചർച്ച കൊഴുപ്പിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഇതേ അവസ്ഥ പല ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം. എന്താണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വിധി പറഞ്ഞത്? ഒരു സംരംഭക എന്ന രൂപത്തിലോ ഒരു വ്യക്തി എന്ന രൂപത്തിലോ ശ്രീമതി വീണയുമായി കരാറ് ഒപ്പിടാൻ CMRL പോലുള്ള ഒരു കമ്പനി തയ്യാറാകുമായിരുന്നു? മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗവൺമെന്റ് സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി CMRL കമ്പനി കരാർ ഒപ്പിട്ടത് എന്ന രൂപത്തിലുള്ള ചർച്ചയാണ് കഴിഞ്ഞ 1.5 വർഷമായി ഇവിടെ പൊലിപ്പിച്ചിരുന്നത്. എന്നാൽ കേരളത്തിന്റെ ഹൈക്കോടതി വിശദമായിട്ടുള്ള വാദം കേൾക്കലിന് ശേഷം വിധി പറഞ്ഞതോടുകൂടി ഇത്തരത്തിലുള്ള വാദം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഒരു തരത്തിലും ഒരു ഇല്ലീഗൽ ഗെയിൻ CMRL മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഉണ്ടാക്കിയിട്ടില്ല എന്നും, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അഡ്വാൻറ്റേജ് ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നും കേരളത്തിന്റെ ഹൈക്കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. ആ ആരോപണങ്ങൾക്ക് പിന്നിൽ വസ്തുതയുണ്ടാകണം, കൃത്യമായിട്ടുള്ള ഡേറ്റകൾ ഉണ്ടായിരിക്കണം. ആ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആരോപണങ്ങൾ ഉന്നയിക്കാവൂ എന്ന് ഹൈക്കോടതി പറഞ്ഞു. CMRLുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടത്തിലും ഖനനാനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF ഗവൺമെന്റിന്റെ മുന്നിൽ അപേക്ഷ വന്നപ്പോ ഒരു ഘട്ടത്തിൽ പോലും LDF ഗവൺമെന്റ് അതിന് അനുവാദം കൊടുത്തിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി CMRLന് ഖനനാനുമതി കൊടുത്തത് AK ആന്റണിയുടെ സർക്കാരാണ്. സുപ്രീം കോടതി വിധി, ഹൈക്കോടതി വിധി, കളക്ടറുടെ ഉത്തരവ് എല്ലാം ഉണ്ടായിരുന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിയമപരമായി പരിശോധിക്കാൻ മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഒരു തരത്തിലുള്ള ഇല്ലീഗൽ ഗെയിനോ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസോ അഡ്വാൻറ്റേജോ ഉണ്ടാക്കിയിട്ടില്ല CMRL എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് CMRL മുഖ്യമന്ത്രിയുടെ മകൾ നേതൃത്വം കൊടുക്കുന്ന കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയത് എന്ന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വർഷങ്ങളായി നടത്തിയിരിക്കുന്ന പ്രചരണം, ആ പ്രചരണം ഒരു കാരണവശാലും ശരിയല്ലെന്നും ഒരു അന്വേഷണം നടത്താൻ പോലും യോഗ്യമായിട്ടുള്ള തെളിവുകളോ രേഖയില്ലെന്ന് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതി കണ്ടെത്തി. എന്നിട്ട് പറഞ്ഞു, ഭാവിയിൽ എന്തെങ്കിലും ഈ രേഖ ശ്രീ മാത്യു കുഴൽനാടൻ MLAക്കോ മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്കോ കിട്ടിയാൽ വിജിലൻസ് കോടതിയെ സമീപിക്കാം. അപ്പൊ സുപ്രീം കോടതിയിൽ പോകാനുള്ള വാതിൽ വരെ അടഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി കരാർ ഒപ്പിട്ടത് ഗവൺമെന്റിൽ നിന്ന് അനാവശ്യമായി നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം അവിടെ അവസാനിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അതിലൊരു അപ്പീലും ഇല്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഈ ആരോപണത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആരോപണം നിലനിന്ന ആ ഭാഗം ഹൈക്കോടതി വിധിയോടെ ഇല്ലാതായി. പിന്നെ എന്താണ് SFIയുടെ അന്വേഷണം? നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്, കമ്പനികാര്യ നിയമപ്രകാരം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ നടപടിക്രമങ്ങളുടെ ഉള്ളടക്കം മറ്റൊരു ഏജൻസിക്കും പരിശോധിക്കാനോ അന്വേഷിക്കാനോ അധികാരമില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ വരുന്ന ഒരു കേസ് ആദായ നികുതി അടയ്ക്കേണ്ട കമ്പനിയും ആദായ നികുതി വകുപ്പും തമ്മിലാണ്. ആ ആദായ നികുതി വകുപ്പ് ഒരു സെറ്റിൽമെന്റ് നടത്തി ആദായ നികുതിയിൽ ചില ഇളവ് കൊടുത്ത് ആ കമ്പനിയുമായിട്ടുള്ള വിഷയം പറഞ്ഞു പരിഹരിക്കുന്നതാണ് അതിന്റെ ഉത്തരവ്. ആ പറഞ്ഞു പരിഹരിക്കുന്ന ഉത്തരവിന്റെ ഉള്ളടക്കം മറ്റൊരു ഏജൻസിക്കോ മറ്റു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒന്നും പരിശോധിക്കാൻ അധികാരമില്ലെന്നിരിക്കെ 2024 ജനുവരി മാസം 12-ാം തീയതി കമ്പനികാര്യ വകുപ്പിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. 1 മാസം കാലാവധിയാണ് ആ അന്വേഷണത്തിന് കൊടുത്തത്, സെക്ഷൻ 210(1)A പ്രകാരം. കൃത്യം 18 ദിവസം കഴിഞ്ഞ് 31/1/2024 SFIO അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഒരേ വിഷയത്തിൽ 2 ഏജൻസികൾ പരിശോധിക്കാൻ പാടില്ലാത്ത ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ ഉള്ളടക്കം എടുത്തുകൊണ്ട് ഒരു അന്വേഷണം ആരംഭിക്കുകയാണ്. ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് കൃത്യമായി CMRL
ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു. കാരണം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലാണ്. അവിടെ നടന്ന നടപടിക്രമങ്ങളുടെ ഉള്ളടക്കം വെച്ചിട്ടാണ് ഈ രണ്ട് അന്വേഷണ ഏജൻസി ഒരേ സമയത്ത് അന്വേഷണം ആരംഭിച്ചത്. അതുകൊണ്ട് ഡൽഹി ഹൈക്കോടതിക്കാണ് ജൂരിസ്ഡിക്ഷൻ. കൃത്യമായി 23/8/2024, 30/8/2024, 2/9/2024 ഓഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ 2-നും വാദം കേട്ട് 2/9/2024 കോടതി പറഞ്ഞു SFIOക്ക് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം, പക്ഷേ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഈ കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ പാടുള്ളൂ എന്നതാണ്. ഒരു ഓറൽ ഡയറക്ഷൻ, ഒരു സ്റ്റേ ആണ് കൊടുത്തത്. അതിനുശേഷം ഡിസംബർ മാസം 4, 9, 18, 23 ദിവസങ്ങളിൽ വാദം കേട്ട് 2024 ഡിസംബർ 23 ആ കേസ് വിധി പറയാൻ മാറ്റി. ജനുവരി, ഫെബ്രുവരി കടന്നുപോയി. ആ വിധി പറയാനിരുന്ന ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവായി. സ്വാഭാവികമായും ഒരു ട്രാൻസ്ഫർ ഉത്തരവ് വന്നാൽ പിന്നെ അദ്ദേഹം പരിഗണിച്ചുകൊണ്ടിരുന്ന കേസിൽ ഉത്തരവ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് ചീഫ് ജസ്റ്റിസിന് ഫയൽ അയച്ചു, മറ്റൊരു ജഡ്ജിയെ ചുമതലപ്പെടുത്തി. ആ മറ്റൊരു ജഡ്ജി മുമ്പിൽ കേസ് പോസ്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിന്റെ വാദം കേട്ടിട്ടില്ല, വാദം കേട്ട ജഡ്ജി ഓൾറെഡി ട്രാൻസ്ഫർ ആയി, അതുകൊണ്ട് ഞാൻ വിശദമായി ജൂലൈ മാസത്തിൽ വാദം കേൾക്കാം എന്ന് പറഞ്ഞു. കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന ഓറൽ ഡയറക്ഷന് ഒരു മാറ്റവും ഇല്ല, അപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ മാർച്ച് മാസം 28-ന് FSIO എറണാകുളത്തുള്ള PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതായി ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് വൈകുന്നേരം ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നത്. രാത്രിയോടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം അത് ഏറ്റെടുത്തു. ഒരു കാരണവശാലും കോടതിയിൽ സമീപിക്കുന്ന കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കാൻ പാടില്ല. ഇവിടെ സമ്മറി ചാർജ് എന്ന രൂപത്തിൽ ഒരു പേപ്പറിൽ കുറച്ച് വിവരങ്ങൾ എഴുതി അതിന്റെ മുകളിൽ സീക്രട്ട് എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ഒരു രേഖ എല്ലാ പ്രധാനപ്പെട്ട പത്ര ഓഫീസുകളിലും ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ എത്തിക്കുകയാണ്. ഇതാണ് സെലക്ടീവ് ലീക്കേജ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം നടത്തുന്ന അന്വേഷണത്തിന്റെ വാർത്തകൾ പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് മുഖേന ചോർത്തി കൊടുക്കുന്ന ഘട്ടം പലതവണ സ്വർണ്ണക്കള്ളക്കടത്തിലും ബിരിയാണി ചെപ്പിലും ഖുർആന്റെ ഉള്ളിൽ സ്വർണം വെച്ചു എന്നുള്ള ആരോപണം വന്നപ്പോഴുമെല്ലാം നമ്മൾ കണ്ടതാണ്, പല ഘട്ടത്തിൽ ചർച്ച ചെയ്തതുമാണ്. അത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചതായിട്ടുള്ള വാർത്ത വരുന്നു. പിറ്റേ ദിവസം തന്നെ CMRL ഡൽഹി ഹൈക്കോടതിയിൽ പ്രത്യേക പെറ്റീഷൻ, വിധി പറയാൻ മാറ്റിയിരിക്കുന്ന റിട്ട് പെറ്റീഷനിൽ തന്നെ ഫയൽ ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറ്റപത്രം ഫയൽ ചെയ്തതായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു, ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരമില്ല, ഇന്നന്ന പത്രങ്ങളിൽ ഇന്നന്ന വാർത്തയാണ് വന്നത്. 2/9/2024 ഇത്തരത്തിൽ ഒരു ഓറൽ ഡയറക്ഷൻ കുറ്റപത്രം സമർപ്പിക്കരുതെന്ന് ഈ കോടതിയിലുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടന്റ് ഓഫ് കോർട്ടാണ്, കോടതി വിധിക്ക് എതിരാണ്. അതുപോലെ തന്നെ സെലക്ടീവ് ലീക്കേജ് നടത്തിക്കൊണ്ട് ഇതിന്റെ വിവരങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥൻ കുറ്റകരമായിട്ടുള്ള ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നതായിരുന്നു ആവശ്യം. അതിന്റെ മേൽ വാദം കേട്ടു. ആ വാദം കേട്ടതിന് ശേഷം ഏത് ജഡ്ജിയാണോ ഈ കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടത്, ഉത്തരവിട്ടത്, ആ ജഡ്ജി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് ഉത്തരവ് വന്നെങ്കിലും അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് പോയിട്ടില്ല, ഇപ്പോഴും ഡൽഹി ഹൈക്കോടതിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കേസ് ഇപ്പോൾ വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആരാണോ ഈ കേസ് ദീർഘകാലം പരിഗണിച്ച് വാദം കേട്ടത് ആ ജഡ്ജിന്റെ മുന്നിൽ തന്നെ ഈ പെറ്റീഷൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിൽ വലിയ തരത്തിലുള്ള പ്രചരണം ഇവിടെ നടക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചു, കുറ്റപത്രം സ്വീകരിച്ചു, അതിൽ വിചാരണ ആരംഭിക്കുന്നു, ഇപ്പൊ നടപടികൾ വരും, മറ്റു കാര്യങ്ങളിൽ എല്ലാം ഉള്ള ഊഹാപോഹ വാർത്തകൾ വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ കൊഴുപ്പിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിവിധ ഘട്ടങ്ങളിൽ ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസി കേരളത്തിൽ വന്ന അന്വേഷണ പ്രകസനം നടത്തിയ ഘട്ടങ്ങളിലെല്ലാം അത് സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, അതുപോലെ തന്നെ ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണം, ലൈഫ് മിഷൻ അഴിമതി എന്ന് പറഞ്ഞുള്ള ആരോപണം, അതുപോലെ തന്നെ നിരവധി ആരോപണങ്ങൾ ഇവിടെ വന്ന ഘട്ടത്തിലെല്ലാം ഇത്തരത്തിൽ മാസങ്ങൾ ചർച്ചകൾ കൊഴുപ്പിക്കുന്നത് നാം കണ്ടതാണ്. പക്ഷെ ഈ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തിരിച്ചുപോയത് നമ്മൾ ആരും അറിഞ്ഞില്ല. പല കേസുകളും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോയത് നാം കണ്ടില്ല. സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ കള്ളക്കേസിൽ കുടുക്കി 1.25 വർഷം ജയിലിലടച്ചപ്പോ എത്ര ദിവസം ഇവിടെ ലീഡിംഗ് വാർത്തയാക്കി മാറ്റി അന്തിചർച്ചകളിൽ ആ ചർച്ചകൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയത് നമ്മൾ കണ്ടതാണ്. അന്ന് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രചരണം നടത്തിയവർ ഈ കേസ് അവസാനം വെറുതെ വിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു ചാർജുമില്ലാത്ത സാഹചര്യം വന്ന് ജയിൽ മോചിതനായിട്ട് പുറത്തിറങ്ങിയപ്പോൾ അത് പിന്നെ ചർച്ച ചെയ്യുന്ന സാഹചര്യം നാം കണ്ടിട്ടില്ല. ഇപ്പോഴും ഊഹാപോഹങ്ങൾ വച്ചുകൊണ്ടുള്ള ചർച്ചകൾ തുടരുകയാണ്. 90 ലക്ഷം രൂപ കടം വാങ്ങിക്കേണ്ടി വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സംരംഭക, ആ കടം വാങ്ങിച്ചത് വരെ അന്ന് പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ മറുപടി പറയണം. എന്തൊക്കെയാണെന്ന് ഇപ്പോൾ മറുപടി പറയണം. ഒരു കാര്യം വ്യക്തമാണ്, അന്ന് 2-3 ഉദ്യോഗസ്ഥന്മാരെ CMRLന്റെ ഭാഗമായി വിസ്തരിച്ചപ്പോ ഞങ്ങൾ ഉദ്ദേശിച്ച സേവനം കിട്ടിയില്ല എന്നതായിരുന്നു അന്ന് മറുപടി.
ഉദ്ദേശിച്ച സേവനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ സേവനം കിട്ടിയിട്ടുണ്ട്. എന്നാൽ കമ്പനി ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അഫിഡവിറ്റുമായി രംഗത്ത് വന്നപ്പോ ആ കമ്പനിയുടെ അഫിഡവിറ്റ് സ്വീകരിക്കാൻ ഇവിടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തയ്യാറായിട്ടില്ല എന്നുള്ളത് ആ ഉത്തരവിൽ തന്നെ കൃത്യമായി നമ്മൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ആരാണ് കരാർ ഒപ്പിട്ടത്, എന്തൊക്കെ സേവനമാണ് അവർ ആവശ്യപ്പെട്ടത്, എന്തൊക്കെ സേവനമാണ് കൊടുത്തത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം ഇടപാട്, ബാങ്ക് ഇടപാട്, അതിൽ GST അടച്ചത്, ആദായ നികുതി അടച്ചത്, അതിന്റെ ബാലൻസ് ഷീറ്റ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ വ്യക്തമാണ്. പക്ഷെ ഇവിടെ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം നടക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. ഏത് അന്വേഷണം അതിന്റെ വഴിക്ക് പോകട്ടെ, കോടതി അതിന്റെ പരിശോധന നടത്തട്ടെ. നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, സുപ്രീം കോടതിയുടെ ജഡ്ജി കഴിഞ്ഞ ആഴ്ച ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ എല്ലാം ജനം പുച്ഛിച്ച് തള്ളുന്ന ഒരു സാഹചര്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. സെലക്ടീവ് ലീക്കേജും സെലക്ടീവ് പ്രോസിക്യൂഷനും നടത്തി പ്രതിപക്ഷ നേതാക്കന്മാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളികളെയും തേജോവധം ചെയ്യുവാനും കള്ളക്കേസിൽ കൊടുക്കാനും വിചാരണയില്ലാതെ ജയിലിലടയ്ക്കാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ കണക്കനുസരിച്ച് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 193 രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ടാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 2 കേസുകൾ മാത്രമാണ്. കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ മൊത്തത്തിൽ ED രജിസ്റ്റർ ചെയ്ത 5000 കേസിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 40 കേസുകൾ മാത്രമാണ്. കള്ളപ്പണം എന്ന രൂപത്തിൽ ED കണ്ടെത്തിയ പണം 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അടുത്ത കാലത്തും നമ്മൾ നിരവധി ആരോപണങ്ങൾ കണ്ടു, വസ്തുതകൾ കണ്ടു. ഇവിടെ കുഴൽപ്പണം 41.6 കോടി രൂപ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണം, അത് ഇവിടെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭൂമി വാങ്ങിക്കാൻ ഏതോ വ്യക്തികൾ കൊണ്ടുവന്നതാണ് എന്ന് 3.5 വർഷം നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ED അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത് നാം കാണുകയുണ്ടായി. അപ്പോൾ ED വെളുപ്പിക്കാൻ തീരുമാനിക്കുന്ന കേസ് വെളുപ്പിക്കും, കറുപ്പിക്കാൻ തീരുമാനിക്കുന്ന കേസ് കറുപ്പിക്കും. കള്ളക്കേസ് രജിസ്റ്റർ ചെയ്ത് അന്യാധീനമായി പീഡിപ്പിക്കാനും ആരോപണം ഉന്നയിക്കാനും തീരുമാനിക്കുന്ന കേസുകൾ അത്തരത്തിൽ പോകും. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി CMRL എഗ്രിമെന്റ് ഒപ്പിട്ടത് ഗവൺമെന്റിൽ നിന്ന് നിയമവിരുദ്ധമായി ബെനിഫിറ്റ് നേടാൻ വേണ്ടി, അഡ്വാൻറ്റേജ് നേടാൻ വേണ്ടിയിട്ടും ഇല്ലീഗൽ ഗെയിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആരോപണം പൂർണ്ണമായി കേരളത്തിന്റെ ഹൈക്കോടതി തള്ളി. ഒരു അപ്പീൽ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം, ഒരു കേസ് അന്വേഷിക്കാൻ പോലും യോഗ്യമായിട്ടുള്ള കേസല്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ കേസ്, ആ കേസിലെ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, വസ്തുതയാണ് വേണ്ടത്, ഡേറ്റയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഇപ്പോ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ SFIO കണ്ടെത്തിയിരിക്കുന്നു എന്ന രൂപത്തിൽ എന്തൊക്കെയോ ആരോപണങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ചർച്ചകൾ കൊഴുപ്പിക്കുന്നത് നാം കാണുകയാണ്. ബാങ്ക് വഴി നിയമപരമായി ഉള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ GST കൊടുത്ത് ആദായ നികുതി കൊടുത്ത് കരാർ പ്രകാരമുള്ള സേവനം, ആ സേവനം നോൺ ഡിസ്ക്ലോസർ ക്ലോസ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരും ചോദിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നതിന് ഇരു കമ്പനികൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. അത് അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ പറയേണ്ട സമയത്ത് കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അതവർ പരിശോധിക്കട്ടെ, കോടതി പരിശോധിക്കട്ടെ. ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ ആരോപണങ്ങളുമായിട്ട് പോകുക, നുണപ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ ആ നുണപ്രചരണമായിട്ട് പോയിക്കോട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റ്മെന്റ് ജനങ്ങളോടാണ്. നിങ്ങൾ വസ്തുതാവിരുദ്ധമായി ഇത്തരം ആരോപണങ്ങൾ വർഷങ്ങളായി ഉന്നയിച്ചു. 2016 ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ പല ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ച് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി. പത്രങ്ങളിൽ വരുന്ന വാർത്ത കോൺഗ്രസിനും BJPക്കും വലിയ വാർത്തയാക്കി മാറ്റി. മണിക്കൂറുകൾ ചർച്ച ചെയ്തു, ആഴ്ചകൾ മാസങ്ങൾ ചർച്ച ചെയ്തു. അതെല്ലാം വ്യാജമായിരുന്നു, കള്ളമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ടായി. ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു, ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു. ഇപ്പോഴും നിങ്ങൾ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങൾ അത് പൊട്ടിപ്പാളിസാകും എന്നതിൽ യാതൊരു സംശയമില്ല. കോടതികൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയും. സുപ്രീം കോടതിയുടെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കമന്റുകളും പല ഹൈക്കോടതികളുടെ ഇടപെടലുകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇവർ കാണിക്കുന്ന ഈ സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ് സത്യം. ആ സത്യം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും.